സ്ത്രീ എന്ന നിലയിൽ ഈ ഭാഗത്ത് സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു. അതിനോടൊപ്പം തന്നെ പെൺകുട്ടികളെ ഈ രംഗത്തേക്ക് കടന്നു വരാൻ ഒരു പ്രോത്സാഹനവും സഹായവും നൽകുന്നുണ്ട്. എങ്ങനെയാണ് ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ അല്ലെങ്കിൽ സ്ത്രീകളുടെ കഥകളിയിലെ ഒരു സാന്നിധ്യം എന്ന് പറയുന്നത്? എത്രമാത്രം വെല്ലുവിളികളുണ്ട് ഈ ഒരു മേഖലയിൽ? കഥകളി എന്ന് പറയുന്ന ഒരു കലാരൂപം മറ്റെല്ലാ കലാരൂപങ്ങളെ പോലെ തന്നെ നൃത്തമാണെങ്കിലും നല്ലോണം ബുദ്ധിമുട്ടണം. ഏത് കലാരൂപമാണെങ്കിലും ബുദ്ധിമുട്ടുണ്ട്. കഥകളിയിൽ കുറച്ചും കൂടിയും ശാരീരികമായ അധ്വാനം വളരെ അധികമുള്ളൊരു കലാരൂപമാണ്. ഒരു പക്ഷേ അതുകൊണ്ട് തന്നെ ആയിരിക്കാം പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകൾ ഇതിനകത്ത് വരികയും നിലനിൽക്കുകയോ ഒക്കെ ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നൊരു അവസ്ഥയുണ്ടായിരുന്നു. അവിടെ നിന്നും ഒരു സ്ഥാപനത്തിൽ പെൺകുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നില്ല. അടുത്ത കാലത്താണ് കലാമണ്ഡലത്തിലേക്ക് പ്രൊഫഷണലായി കുട്ടികളെ പഠിപ്പിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അതുവരെ ഞങ്ങളെല്ലാവരും പ്രൈവറ്റായിട്ട്, അതായത് ഏതെങ്കിലും ഒരു ഗുരുനാഥൻ്റെ കീഴിൽ അഭ്യസിച്ച് തുടങ്ങിയിട്ട് അങ്ങനെ ഈ രംഗത്തേക്ക് വന്നവരാണ് അധികം. അപ്പോൾ ഒരു പുരുഷ കലാകാരൻ കിട്ടുന്ന അതേപോലത്തെ ശാരീരികമായ അധ്വാനമോ അല്ലെങ്കിൽ അവർക്ക് ലഭിക്കുന്ന കളരിയഭ്യാസമോ ഒന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കിട്ടിയിട്ടില്ല. ഞാൻ കുറച്ചും കൂടി ഭാഗ്യവതിയായിരുന്നു. കാരണം അച്ഛൻ പഠിപ്പിച്ചു തുടങ്ങുമ്പോൾ അത് കളരിയിൽ തന്നെയാണ് പഠിപ്പിച്ചിരുന്നതും കുറേയെങ്കിലും എനിക്കത് ലഭിച്ചിട്ടുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് അവരുടെ ശാരീരികക്ഷമതയല്ല നമ്മുടെ ശാരീരികക്ഷമത. അപ്പം നമുക്ക് ഇന്നും നാളെ മറ്റന്നാളും അതിൻ്റെ ദിവസമൊക്കെ ഒരുമിച്ച് കളികൾ വന്നു കഴിഞ്ഞാൽ 2-3 ദിവസം കഴിയുമ്പോൾ നമ്മളൊന്നും വിഷമിക്കാൻ തുടങ്ങും. കാരണം നമ്മുടെ ഒരു ഫിസിക്കൽ ഫാക്ടർ എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ലാത്തൊരു കാര്യമാണ്. പിന്നെ തീർച്ചയായിട്ടും നമ്മൾക്ക് എന്താ പറയുന്നത്, എല്ലാ മാസവും ഉണ്ടാകുന്ന പീരിയഡ്സൊക്കെ വന്നു കഴിയുന്ന സമയത്തൊക്കെ വല്ലാണ്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. കാരണം എന്താ ചെയ്യേണ്ടതെന്ന് പോലും ചില സമയത്ത് നമുക്ക് മനസ്സിലാവില്ല. അതിൻ്റെ ഒരു ഫിസിക്കൽ ബുദ്ധിമുട്ട് ഒരു ഭാഗത്ത് നിൽക്കുന്നു. അതുപോലെ ഇപ്പോൾ ഒരു പുരുഷ കലാകാരന് വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി പോവാം സുഖമായിട്ടില്ലേ, ഒരു ബാഗും എടുത്ത് അവനവൻ്റെ സാധനങ്ങളൊക്കെ ആയിട്ട് പോയാൽ മതിയായിരിക്കും. അപ്പോൾ ഒരു സ്ത്രീ കലാകാരിയെ സംബന്ധിച്ചിടത്തോളം അത് ആരും ആയിക്കോട്ടെ, X or Y, അത്ര എളുപ്പമല്ല. പല കാര്യങ്ങളും ചിന്തിച്ചിട്ട് വേണം ഇറങ്ങണമെങ്കിൽ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു കുടുംബത്തിൻ്റെ വലിയൊരു താങ്ങ് ഒരു സ്ത്രീ കലാകാരിയെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമാണ്. കാരണം വീട്ടിലെ കാര്യങ്ങൾ മുഴുവൻ കഴിഞ്ഞ് ഈ കളിക്കേണ്ട കഥാപാത്രത്തിനെ മനസ്സിൽ ഓർത്തുകൊണ്ട് പോകാനുള്ള സമയമൊന്നും നമുക്ക് ചിലപ്പം ശരിയാവില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഭാഗത്തു നിന്നും അങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങൾ ഏത് ജോലിയിലുണ്ട്. അത് ഒരു ഇപ്പം ഞാൻ പറഞ്ഞിട്ട് ഒരു സ്വൈരമില്ലാത്തൊരു വീട്ടിൽ നിന്ന് ഒരു കലാകാരനും ഉണ്ടാവില്ല. വലിയ ബുദ്ധിമുട്ടാണ്. എന്നും വഴക്കും പ്രശ്നമൊക്കെയുള്ളൊരു വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നൊരു കലാകാരന് എത്രത്തോളം ആവിഷ്കാരം ഉണ്ടാവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതുപോലെ തന്നെയാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിനെല്ലാം മറികടക്കാൻ പറ്റി എന്നുള്ളതാണ് ഞാൻ അഭിമാനത്തോടെ തന്നെ പറയും. എനിക്ക് അതിനെയൊക്കെ മറികടക്കാൻ പറ്റിയിട്ടുണ്ട്. കാരണം നമ്മൾ ആരാണ് എന്ന് നമ്മളുടെ കുടുംബത്തിലുള്ളവർക്ക് ബോധ്യമായി കഴിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ അവർ നമ്മളൊപ്പം നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നില്ല. ഇപ്പോഴത്തെ പെൺകുട്ടികളെ സംബന്ധിച്ച് നമ്മൾ വന്ന കാലം നമ്മളെപ്പോഴും പറയും, ചവറപ്പാറക്കുട്ടി എന്ന് പറയുന്നൊരു കലാകാരിയുണ്ട്, അവരെ പറയാതെ പോകാൻ പറ്റില്ല. കാരണം പുരുഷന്മാർ മാത്രം നിൽക്കുന്ന അവസരത്തിൽ സ്ത്രീവേഷങ്ങളാണ് പാറക്കുട്ടി ചേച്ചി അധികം ചെയ്തിട്ടുള്ളത്. പാറക്കുട്ടി ചേച്ചിയോട് സംസാരിച്ചപ്പോൾ ഒന്ന് മൂത്രമൊഴിക്കാൻ അതെന്നെ ഞാൻ തുറന്നു പറയുകയാണ്, ബുദ്ധിമുട്ടിയ അവസരങ്ങളുണ്ട്. കാരണം അത്തരം ആളുകൾ അല്ലെങ്കിൽ അത്തരം കാഴ്ചപ്പാടിൽ ആട്ടക്കാരി എന്ന് പറയുന്ന വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും കഥകളി ആർട്ടിസ്റ്റാണല്ലേ എന്ന് ചോദിക്കുന്ന ആ എക്സ്പ്രഷനിലേക്ക് എത്തിയപ്പോൾ അത് വലിയൊരു മാറ്റമല്ലേ. ആ ഒരു എന്താ പറയുക, ഒരു അവജ്ഞയോ ഒരു പുച്ഛമോ ഒന്നുമല്ല. ഇപ്പോൾ വളരെ ബഹുമാനത്തോടെയാണ് കഥകളി കലാകാരന്മാരെയും കലാകാരികളെ പ്രത്യേകിച്ചും വളരെയധികം എന്താ പറയുക സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും തന്നെയാണ് ഇപ്പോൾ അംഗീകരിക്കുന്നത്. അപ്പം അതൊരു വലിയൊരു പ്രയാണം തന്നെയായിരുന്നു. ഇപ്പം നമ്മളൊക്കെ കളിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും ഈ പറഞ്ഞ പോലെ
കണ്ണിൽ ചുണ്ടപ്പൊക്കെ ഇട്ട് ചുമന്ന് കണ്ണൊക്കെ ആയിട്ട് വരുമ്പോൾ എവിടെ പോയിട്ട് വരണു എന്നുള്ള തരത്തിലുള്ള അത്തരം മ്ലേച്ഛമായിട്ടുള്ള കുറേ കമൻറ്റുകളൊക്കെ ജീവിതത്തിൽ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും നമ്മളെ ബാധിക്കാൻ നമ്മൾ അനുവദിച്ചിട്ടില്ല, ആരും അനുവദിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെയൊക്കെ തളർന്നു പോയാൽ തീർന്നു പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നിന്നും ഇപ്പോൾ കലാമണ്ഡലം പോലെയുള്ള സ്ഥാപനത്തിൽ എന്താ പറയുന്ന കൃത്യമായ രീതിയിൽ കളരി അഭ്യാസം പെൺകുട്ടികൾക്ക് കൊടുക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. RLVയിൽ ഡിഗ്രിക്ക് കുട്ടികളെ എടുക്കുന്നുണ്ടായിരുന്നു കുറച്ച് കാലമായിട്ട്, പെൺകുട്ടികളൊക്കെ ഉണ്ട് അവിടെ. പക്ഷെ അതല്ലാതെ ശരിക്കും അതേ ഇപ്പോൾ ആൺകുട്ടികളെ പഠിപ്പിക്കുന്ന രീതിയിലേക്ക് തന്നെ പെൺകുട്ടികളെയും കൊണ്ടുവരുന്ന ഒരു സാഹചര്യം തീർച്ചയായിട്ടും അത് വലിയൊരു മാറ്റമാണ്. കാരണം ഒരു കലാലോകത്ത് ആൺപെൺ വ്യത്യാസമില്ലാത്ത ഒരു കാലത്തിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം. 1975 ഇപ്പം 50-ാം വർഷമാണ് തൃപ്പൂണിത്തുറ വനിതാ കഥകളി സംഘം, ഞാനതിൻ്റെ ഭാഗം കൂടിയാണ്. അപ്പോൾ അതൊരു വലിയൊരു വിപ്ലവകരമായ ഒരു തുടക്കമായിരുന്നു. 75 രാധിക ചേച്ചിയും ബൃന്ദ ചേച്ചിയും മീര ചേച്ചിയൊക്കെ ഒരുമിച്ച് വേഷം കെട്ടി ഒരു കഥ മുഴുവൻ പെൺകുട്ടികൾ പാടുകയും കളിക്കുകയും കൊട്ടുകയൊക്കെ ചെയ്യുന്നൊരു കാലഘട്ടം, അവിടെയാണ് തുടക്കം. അപ്പോൾ അതൊരു പ്രത്യേകത തന്നെയായിരുന്നു ഒരുപാട് കാലമായിട്ട്.